മാധവ് ഗാഡ്ഗിൽ കേരളത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയ്ക്ക് ശേഷമുള്ള ഏതാനും മണിക്കൂറുകളിൽ മലയാളത്തിലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രം മതി. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ എല്ലാവരും പങ്കുവയ്ക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ അദ്ദേഹം പരിചിതനാവുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് ശേഷമാണ്. ആ ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഘട്ടത്തിലാവട്ടെ അദ്ദേഹത്തിനെതിരായിട്ട്, ഒരുപക്ഷെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കെതിരായിട്ടൊക്കെ വലിയ തോതിൽ അപവാദ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. അവരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പി.ടി. തോമസിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. ജീവിച്ചിരിക്കെ തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ ശവഘോഷയാത്ര നടത്തപ്പെട്ട ചരിത്രം ഈ നമ്മുടെ മുന്നിലുണ്ട്. അത്രമാത്രം ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിനെതിരായി, ആ റിപ്പോർട്ടിനെതിരായിട്ട് രംഗത്ത് വന്നിരുന്നു. അതേസമയത്ത് ആ റിപ്പോർട്ടിൻ്റെ അന്തസത്ത എന്തായിരുന്നുവെന്നും അതിനകത്ത് അദ്ദേഹം പറയാൻ ശ്രമിച്ചതെന്തായിരുന്നുവെന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. പശ്ചിമഘട്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല, കേരളം തന്നെ ഉണ്ടാവില്ല. കേരളം മാത്രമല്ല, താപ്തി നദി മുതൽ ഏതാണ്ട് കന്യാകുമാരി വരെയുള്ള ഭാഗങ്ങളിലുള്ള ജനസമൂഹം ഈ പശ്ചിമഘട്ടത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വി.എസ്. വിജയനെ പോലെ, ഡോക്ടർ വി.എസ്. വിജയനെ പോലെയുള്ള മലയാളികൾ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും മലയാളികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവർക്കതിൻ്റെ ഗൗരവം പിടികിട്ടിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അന്ന് ഗാഡ്ഗിൽ പറഞ്ഞു, നമ്മൾ വലിയൊരു ദുരന്തത്തെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിന് നൂറ്റാണ്ടുകളൊന്നും ദശാബ്ദങ്ങളൊന്നും വേണ്ടി വരില്ല. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു 5-6 വർഷങ്ങൾക്കുള്ളിൽ അത് നമുക്ക് അനുഭവിക്കേണ്ടി വരും. ആ ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. പറഞ്ഞ പോലെ വളരെ ചെറിയൊരു കാലത്ത്, 5 വർഷം പോലും തികയാതിരിക്കുമ്പോഴേക്ക് തന്നെ റിപ്പോർട്ട് വന്നതിന് ശേഷം മഴക്കാലത്ത് വലിയ തോതിലുള്ള പ്രളയങ്ങളുണ്ടായി, മണ്ണൊലിപ്പുകളുണ്ടായി, ഒരുപാട് മരണങ്ങളുണ്ടായി. കേരളം ആകെ നിശ്ചലമായി പോകുന്ന ഒരു ഘട്ടം വന്നു, പേടിച്ചു പോകുന്ന ഒരു ഘട്ടം വന്നു. ഇപ്പോൾ ഓരോ മഴക്കാലവും നമ്മൾ വല്ലാതെ പേടിക്കുന്നു. ആ കാലത്തൊക്കെ തന്നെ മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ആളുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ആളുകൾ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലുമൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാരിസ്ഥിതികമായ വിഷയം, അതും രാഷ്ട്രീയവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ പാരിസ്ഥിതിക ജാഗ്രതകളിലൊന്നായിട്ടുള്ള സൈലൻറ്റ് വാലി സംരക്ഷണ പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. സൈലൻറ്റ് വാലി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് കേരളത്തിലെ സാഹിത്യകാരന്മാരും അതുപോലെ അക്കാദമിഷ്യന്മാരും ഒക്കെയാണ്, കലാകാരന്മാരൊക്കെയാണ്. പക്ഷെ അവരൊന്നും തന്നെ അതിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ച് ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയവുമായി അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. പശ്ചിമഘട്ട സംരക്ഷണത്തിനായിട്ടുള്ള ഒരു ജാഥ, 2 ജാഥകൾ നടക്കുകയും ആ 2 ജാഥകളും ചേർന്ന് ഗോവയിൽ സമ്മേളിക്കുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട് 1987. ആ കാലത്ത് അവിടെ ഒരു പരിപാടിയിൽ സംബന്ധിച്ചിരുന്ന ഒരു അക്കാഡമിക്കായിട്ടുള്ള ബുദ്ധിജീവിയായ സയൻറ്റിസ്റ്റായിരുന്നു മാധവ് ഗാഡ്ഗിൽ. അന്ന് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കം കുറവായിരുന്നുവെന്ന് അത് കേട്ടിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പേപ്പറുകൾ, അവതരിപ്പിക്കപ്പെട്ട പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ക്ലോഡ് ആൽവാരീസിനെ പോലെയുള്ള ഒരു വലിയ പാരിസ്ഥിതിക ചിന്തകനായിട്ടുള്ള ഒരു വ്യക്തി ആ 2 സമീപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വളരെ മാറിയ ഒരു ചിന്തയിലേക്കാണ് മാധവ് ഗാഡ്ഗിൽ പിന്നീട് എത്തുന്നത്. അതിനൊരു കാരണം നർമ്മദാ സമരത്തിൻ്റെ അനുഭവങ്ങളാണ്. നർമ്മദാ സമരത്തിൽ മേധാക് പക്കറിനെ പോലെയുള്ള ഒരു സോഷ്യലിസ്റ്റ് അവരുടെ രാഷ്ട്രീയം കൂടെ ചേർത്തുകൊണ്ട് അതിൻ്റെ ചിന്തകൾ വികസിപ്പിക്കുകയും സമരമുദ്രാവാക്യങ്ങളെ രാഷ്ട്രീയമായി തന്നെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് നർമ്മദ എന്ന ഒരു നദിയുടെ സംരക്ഷണമല്ല. ഒരു നദി എന്ന് പറയുന്നത് അവിടെ ഒഴുകുന്ന വെള്ളം മാത്രമല്ലെന്നും അവിടെ ജീവിക്കുന്ന മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ചേർന്നിട്ടുള്ളൊരു പാരിസ്ഥിതികമായ
ഒരു ഈ മുഴുവൻ വ്യവസ്ഥയാണെന്നും അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ആ സമരം മുന്നേറിയത്. അത് നമുക്കറിയാം. നമ്മൾ ആ സമരം ഇന്നും തുടരുന്നതാണ്. അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടുള്ള മനുഷ്യർ ഇപ്പോഴും പുനരധിവസിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും അതിൻ്റെ തിക്തഫലങ്ങൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമുക്കറിയാം. ബഡ്വാനിയെ പോലെയുള്ള മധ്യപ്രദേശിലെ ബഡ്വാനിയെ പോലെയുള്ള സ്ഥലങ്ങളിൽ കുന്നിൻ പുറങ്ങളിലേക്കാണ് ആ മനുഷ്യർ പോയിട്ടുള്ളത്. തകരത്തിൻ്റെ ടെൻറ്റുകൾ, 8 അടി ഉയരമുള്ള ടെൻറ്റുകളിൽ ആ മനുഷ്യർ ജീവിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യർ പാരിസ്ഥിതികമായ വിഷയങ്ങൾ, ദുരന്തങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വികസനം വരുമ്പോൾ, പാരിസ്ഥിതികമായ കോട്ടങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ എന്താണ് മനുഷ്യരും ജീവജാലങ്ങളും അനുഭവിക്കുന്നത് എന്ന് നേരിട്ട് അറിയാൻ ഗാഡ്ഗിലിന് സാധിച്ചിട്ടുണ്ട്. അതായിരിക്കണം അദ്ദേഹത്തിൻ്റെ പിൽക്കാല ചിന്തകളിൽ ഉടനീളം തന്നെ അദ്ദേഹം പരിസ്ഥിതിയെ സമീപിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ കൂടി ചേർത്തുകൊണ്ടായത്. ആ രീതിയിലാണ് അദ്ദേഹം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതിനൊരു കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഗാന്ധിയുടെ ഒരു സ്വാധീനമാണ്. ഗാന്ധിയുടെ ഒരു വികസന സമ്പ്രദായത്തെക്കുറിച്ചുള്ള ചിന്തകളെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സമരങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചാൽ ഒരുപക്ഷെ ഈ രാഷ്ട്രീയ ഉള്ളടക്കങ്ങളുള്ള സമരങ്ങൾ ഇന്ത്യയിൽ 1950കളിൽ പരിസ്ഥിതിക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗംഗാ ബച്ചാവോ സമരമാണ്, മറ്റൊന്ന് ഹിമാലയൻ ബച്ചാവോ സമരമാണ്. ഗംഗാ ബച്ചാവോ സമരത്തിന് ഡോക്ടർ ലോഹിയയായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. ലോഹിയയുടെ സാമ്പത്തിക വീക്ഷണത്തെ, രാഷ്ട്രീയ വീക്ഷണത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു നദിയെ, ഗംഗ പൊല്യൂട്ടഡ് ആകുമ്പോൾ, അത് മലിനമാകുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ജനതയെ അത് ബാധിക്കുക, എങ്ങനെയാണ് ജീവജാലങ്ങളെ ബാധിക്കുക, ആ ജീവജാലങ്ങൾക്കും ജനങ്ങൾക്കും സ്വസ്ഥമായ ജീവിതം ഉണ്ടാകണമെങ്കിൽ ഈ നദി എങ്ങനെ നിർമ്മലീകരിക്കപ്പെടണം, അത് മലിനീകരണത്തെ എങ്ങനെ തടയണം എന്നുള്ള കാര്യങ്ങളായിരുന്നു ആ സമരത്തിൻ്റെ മുദ്രാവാക്യം. ആ സമരം ഒരു വിജയിച്ച സമരമാണ്. കാൺപൂരിലെ തുകൽ ഫാക്ടറികൾ മുഴുവൻ അടയ്ക്കാൻ നിർബന്ധിതമായിട്ടുള്ള ഒരു സമരമായിരുന്നു അത്. ആ നർമ്മദ ബച്ചാവോ എന്നുള്ള പേര് തന്നെ സ്വീകരിക്കപ്പെടുന്നത് ഗംഗാ ബച്ചാവോ സമരത്തിൽ നിന്ന്. പിന്നീട് നമ്മൾ കാണുന്ന സുന്ദർലാൽ ബഹുഗുണയുടെ സമരം നമുക്കറിയാം. അങ്ങനെ നിരവധി സമരങ്ങൾ, ഈ ശങ്കർ ഗുഹ നിയോഗിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സമരങ്ങൾ, കേരളത്തിലാണെങ്കിൽ ഒരുപാട് സമരങ്ങൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. പ്ലാച്ചിമടയിലെ സമരമുണ്ട്, വിഴിഞ്ഞത്ത് പദ്ധതിക്കെതിരായിട്ട് സമരമുണ്ട്, മൂലമ്പള്ളിയിലെ സമരം, എൻഡോസൾഫാൻ സമരം, അങ്ങനെ ഒരുപാട് സമരങ്ങൾ. ഈ സമരങ്ങളൊക്കെ തന്നെ പാരിസ്ഥിതികമായ വിഷയങ്ങളെയും വികസനത്തിൻ്റെ, കോർപ്പറേറ്റ് മുതലാളിത്ത വികസനത്തിൻ്റെ അപകടത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. ഈ സമരങ്ങൾക്ക്, അതിൻ്റെ ചിന്തകൾക്ക് ശക്തി പകർന്നത് യഥാർത്ഥത്തിൽ മാധവ് ഗാഡ്ഗിലിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അംബേദ്കറുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. ഗാന്ധിയുടെ ചിന്താധാര സ്വീകരിക്കുക, അതുപോലെ തന്നെ അംബേദ്കറുമായി കുടുംബ ബന്ധം ഉണ്ടാവുക, അംബേദ്കർ അവിടെ വന്ന് താമസിക്കുക. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അംബേദ്കറിൻ്റെ സഹയാത്രികനായിരുന്നു. ആ തരത്തിൽ സാമൂഹ്യ നീതിയുടെയും വികസനത്തിൻ്റെയും വിഷയങ്ങളെ കൃത്യമായും രാഷ്ട്രീയമായി തിരിച്ചറിയാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇത്തരത്തിൽ ഒരു ഉയർന്ന സാമൂഹിക സാമ്പത്തിക വീക്ഷണത്തെ ഉൾക്കൊണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കേവല പാരിസ്ഥിതിക സമീപനം ഉണ്ടായിരുന്ന ഒരാളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, പ്രത്യേകിച്ച് ഗാഡ്ഗിൽ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ത്യക്ക്, ലോകത്തിന് തന്നെ വലിയ ഒരു മാർഗരേഖയായി തുടർന്ന് നമുക്ക് ലഭ്യമായിരിക്കും. അത് വളരെ പ്രധാനമാണ്. ഗാഡ്ഗിലിൻ്റെ മരണം മനുഷ്യരാശിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പാരിസ്ഥിതിക ജാഗ്രത പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.